എന്തിനാ ഒരുപാട്? ഇതാ ഇതുപോലെ ഒരെണ്ണം പോരെ. തെങ്ങാണെങ്കിലും കമുകാണെങ്കിലും മാവാണെങ്കിലും ഇതാ നമ്മുടെ കുടിയിൽ ഇതാ ഇതുപോലെ ഒരെണ്ണം ഉണ്ടെങ്കിൽ ധാരാളമായി അല്ലേ. ഇത് കണ്ടിട്ട് എനിക്ക് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാത്തതുകൊണ്ട് എനിക്ക് യാതൊരു സമാധാനവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. സമയമായിട്ടില്ല, അത് പഴുത്തിട്ടില്ല. ഇത് പഴുത്താലേ നല്ല കളറൊക്കെ ആവുള്ളൂ, നല്ല റെഡ് കളറാവും. പക്ഷേ ഇത് പഴുത്തിട്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ ഒന്ന് കണ്ടാലോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ മുട്ടിത്തൂരി എന്നാണ് പറയുന്നത്. പിന്നെ വേറെ ചിലർ ഇതിനെ പരിഷ്കരിച്ച് മൂട്ടിപ്പഴം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ പേര് ഇതാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഇത് സാധാരണയായിട്ട് പഴുത്ത് കാണുന്നത്. വനത്തോട് ചേർന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് കാണുന്നുണ്ട്, എല്ലായിടത്തും ഇല്ല. കായ്ക്കുന്ന വൃക്ഷങ്ങൾ എല്ലാ വർഷവും ഇതുപോലെ അറമാദിച്ച് അറഞ്ചം മുറഞ്ഞം കായ്ക്കും. ഇപ്പോൾ ഇതിന് മാർക്കറ്റിൽ 600 രൂപ വരെ വിലയുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. കാണുമായിരിക്കും കേട്ടോ. ഇതത്ര എളുപ്പത്തിന് ലഭ്യമായ സാധനമല്ലല്ലോ. തികച്ചും പ്രകൃതിദത്തമായി നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു പഴമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിക്കാൻ നല്ല രസമാണ്. നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊളിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു റെഡ് കളറിനോട് ചേർന്ന് ഒരു വൈറ്റ് പഴമുണ്ട്. അതിന് നല്ല മധുരമാണ്. ഇത് എല്ലാ മരവും കായ്ക്കൊന്നുമില്ല. ഇതിനകത്തുണ്ട് ആണും പെണ്ണും. അപ്പോൾ പെൺമരങ്ങളാണ് നന്നായിട്ട് കായ്ക്കുള്ളൂ. ചില മരങ്ങളിൽ ഇത് മഞ്ഞയായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്, മഞ്ഞപ്പഴം. അത് അപൂർവങ്ങളാണ്. എന്തായാലും ഈ മംഗോസ്റ്റിൻ്റെ ഒക്കെ ഒരു കുടുംബത്തിൽപ്പെട്ട സാധനമാണ്. പഴത്തിൻ്റെ രീതിയും മട്ടുമൊക്കെ അതുപോലെ തന്നെയാണ്. എൻ്റെ എല്ലാ ഫോളോവേഴ്സിനും ഇത് കുറേശ്ശെ അയച്ചു തരണമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ സാധനമില്ല. ഇത് കഴിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറ. ഇതുപോലുള്ളൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത ദിവസം വീണ്ടും വരാം. പിന്നെ ഇത് കാണാത്തവരുണ്ടാവുമേ, അവർക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു പഴമുണ്ടെന്ന് അവരും അറിയട്ടെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.